നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 17 ബുധനാഴ്ചയാണ്. ഇന്നലെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ്പും എല്ലാം ഇടിഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു. കൂടുതൽ ഇടിവുണ്ടാക്കിയത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ഡോളറിനെതിരെ രൂപ പുതിയ റെക്കോർഡിലോട്ട് ടച്ച് ചെയ്തതായിരുന്നു ഇന്നലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയായി വരുന്നത്. ഇന്നത്തെ ടോപ്പായിട്ടുള്ള ഹൈലൈറ്റ്സിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോയുടെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയുടെ GDPയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. GDP പുനരുദ്ധാരണ പദ്ധതിക്ക് ഇന്ത്യ തയ്യാറാകുന്നു. ഇന്ത്യ ഇനി ബേസ് ഇയറായി കണക്കാക്കുന്നത് 2022-23 എന്ന സാമ്പത്തിക വർഷമാണ്. ഈ പുതിയ അടിസ്ഥാന വർഷത്തിലേക്ക് മാറുമ്പോൾ GDP കണക്കുകൂട്ടലുകൾ സർക്കാർ പുനഃക്രമീകരിക്കും. ഇതിൽ പ്രധാനപ്പെട്ട മാറ്റമായി വരുന്നത് സ്വകാര്യ ഉപഭോക്തൃ ചെലവ് സമാഹരിക്കുന്നതിനായി, അതായത് അതിനെ നമ്മൾ പറയുന്നത് COI/COP എന്നാണ്. 2018 ഇനി സ്വീകരിക്കുക. നേരത്തെ അത് 1999 സമീപകാലങ്ങളിലായിട്ട് ഈ GDP ഡാറ്റയ്ക്കെതിരെ ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് സർക്കാർ ഇപ്പോൾ ഈ GDP ഡാറ്റയിൽ സമഗ്രമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. തികച്ചും പോസിറ്റീവായി തന്നെ കാണാം പുതിയ ഈ മാറ്റങ്ങൾ. അടുത്തതായി ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഓല ഇലക്ട്രിക് സ്ഥാപകൻ ഭവീഷ് അഗർവാൾ ഒരു ബൾക്ക് ഡീൽ വഴി 2.6 കോടി രൂപ, അതായത് 26 ദശലക്ഷം ഓഹരികൾ വിറ്റു. വിൽപ്പന വില IPO ലിസ്റ്റിംഗ് വിലയുടെ, അതായത് 76 എന്നതിൽ പകുതിയിൽ താഴെയായിട്ടാണ് കാണുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. സെപ്റ്റോ IPOയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. 4200 കോടി രൂപയ്ക്കുള്ള IPOയ്ക്കുള്ള പേപ്പറുകൾ സെപ്റ്റോ സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. സെപ്റ്റോ ക്വിക്ക് കൊമേഴ്സ് പലചരക്ക് വിതരണ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ആഴ്ച ആദ്യം തന്നെ IPO ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ക്വിക്ക് കൊമേഴ്സ് വിപണിയിൽ മത്സരം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് നീക്കം. അടുത്ത വേദാന്തയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. NCLTയുടെ മുംബൈ ബെഞ്ച് വേദാന്തയുടെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഡീമർജർ പദ്ധതി അംഗീകരിച്ചു. വേദാന്ത പ്രത്യേക മേഖല കേന്ദ്രീകൃത കമ്പനികളായി വിഭജിക്കും. അലുമിനിയം, എണ്ണ, വാതകം, വൈദ്യുതി, ഇരുമ്പുരുക്ക് തുടങ്ങിയ മേഖലകളിലായിട്ടാണ് വിഭജിക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ചൊവ്വാഴ്ച നാസ്ഡാക്ക് ആണ് US മാർക്കറ്റിൽ ഉയർന്നത്. പക്ഷേ S&P 500ഉം ഡൗ ജോൺസും ഇടിഞ്ഞു. ആരോഗ്യ സംരക്ഷണം, ഊർജ്ജ മേഖല തുടങ്ങിയ ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി. അടുത്ത വർഷം സെൻട്രൽ ബാങ്ക്, ഫെഡറൽ റിസർവ് പലിശ നിരക്ക് എത്ര തവണ കുറയ്ക്കും എന്നുള്ള ആശങ്കകൾ ഇൻവെസ്റ്റേഴ്സിനിടയിലുണ്ട്. ഒക്ടോബറിൽ സർക്കാർ ചെലവ് ചുരുക്കുന്നത് മൂലം തൊഴിൽ നഷ്ടത്തിന് ശേഷം നവംബറിൽ US 64,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. എന്നിരുന്നാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വ്യാപാര നയങ്ങൾ കാരണം സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്വത്തിലായതിനാൽ തൊഴിലില്ലായ്മ ഇപ്പോഴും 4.6% വർദ്ധിച്ചു. കൂടാതെ ഇന്നലെ അവിടെ നിന്നും റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരുന്നു. പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ ഒരു ഡാറ്റയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. ഇൻഫോസിസ് 0.08% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.71% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.77% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.92% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.28% ഇടിഞ്ഞു. യൂറോപ്യൻ വിപണികളിലേക്ക് വന്നാൽ വീണ്ടും ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡിഫൻസ് സ്റ്റോക്കുകളാണ് കൂടുതൽ നഷ്ടം അവിടെ നേരിട്ടത്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.04% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.65% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,937 എന്ന നിലയിൽ 21 പോയിന്റ്സ് ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഇനി മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ, ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 98,160 രൂപയാണ്. ഇപ്പോഴത്തെ ഹൈ എന്ന് പറയുന്നത് 99,280 ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ഇന്ന് ചെറിയൊരു ഉണർവ് നമുക്ക് ബിറ്റ് കോയിനിൽ കാണാൻ കഴിയുന്നുണ്ട്. 2% നേട്ടത്തിൽ $87,000 ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വ്യാപാര തീരുമാനങ്ങൾ കാരണം സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്വത്തിലാണ് എന്നുള്ള സൂചനകൾ വന്നതോടെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ വീണ്ടും ഇടിയുകയുണ്ടായി. 2021 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഇപ്പോൾ US ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 1299 രൂപയ്ക്ക് 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ലൊരു അവസരം കൂടിയാണ്. 55% ഡിസ്കൗണ്ടാണ് ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് കഴിയുന്നതും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക.
ഇനി മറ്റൊരു കാര്യമുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതുതായി യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ സീരീസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മൾ നൽകുന്നുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ആക്സോ നോബൽ ഇന്ത്യ എന്ന കമ്പനി ഒരു ബ്ലോക്ക് ഡീൽ വഴി പ്രൊമോട്ടർ 9% വരെ ഓഹരികൾ വിറ്റഴിച്ചേക്കാം. അടുത്ത കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ എന്ന കമ്പനിയാണ്. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി 2 ജപ്പാനീസ് കമ്പനികളുമായി സബ്സിഡറി സഖ്യത്തിലേർപ്പെട്ടു. ഇത് ദീർഘകാല വളർച്ചയ്ക്ക് അനുകൂലമാണ്. മറ്റൊരു കമ്പനി അഹ്ലു വാലിയ കോൺട്രാക്ട്സ് ഇന്ത്യ എന്ന കമ്പനിയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 888 കോടി രൂപയുടെ സർക്കാർ പദ്ധതി നേടിയിരിക്കുന്നു. ഇത് അതിൻ്റെ ഓർഡർ ബുക്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യും. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് കമ്പനിയെ സംബന്ധിച്ച്. അടുത്തത് സാരിഗമ എന്ന കമ്പനിയാണ്. ബൻസാലി പ്രൊഡക്ഷൻസിൽ 325 കോടി രൂപ കമ്പനി നിക്ഷേപിക്കും. 2030 ആകുമ്പോഴേക്കും ബൻസാലി പ്രൊഡക്ഷൻസിൽ അവരുടെ നിക്ഷേപം 51% വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അടുത്തത് HCL ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. ടെക് ഫിനാൻസ് കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി NSE അക്കാദമിയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. ഇത് നൈപുണ്യ വികസനത്തിനെയും ബ്രാൻഡ് മൂല്യത്തെയും പിന്തുണയ്ക്കുന്നു. അടുത്ത NBCC ഇന്ത്യ എന്ന കമ്പനിയാണ്. ഏകദേശം 345 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ F&A സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് ബന്ധൻ ബാങ്ക് മാത്രമാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 2382 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. അവരുടെ സെല്ലിംഗ് വളരെയധികം കൂടി വരുന്നു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. DIS ആവട്ടെ 1077 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,860-ൽ 167 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇന്നലത്തെ നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റിയിൽ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയയിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 10-11 തീയതികളിൽ ഈ ഒരു സോണിലെത്തിയ നിഫ്റ്റിക്ക് ഒരു പുൾ ബാക്ക് ലഭിച്ചിരുന്നു. ഇനിയും അത്തരത്തിലൊരു പുൾ ബാക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു റീടെസ്റ്റും കഴിഞ്ഞു. ഈ സോണും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഫോൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിഫ്റ്റി ഇപ്പോൾ 10-day 20-day EMIകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 50-day EMI വരുന്നത് 25,720 ലെവലിലുമാണ്. ഇനി അപ്സൈഡിൽ ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000 മുതൽ 27,000 സോൺ വരെയാണ്. പ്രത്യേകിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 26,052 26,050 എന്ന ആ ഒരു ലെവൽ ഇപ്പോൾ സമീപ ദിവസങ്ങളിലായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലായി നിൽക്കുകയാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെ ആവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,900-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,800-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,035-ൽ 427 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി വലിയൊരു ഇടിവ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. കൂടാതെ ബാങ്ക് നിഫ്റ്റി 20-day EMIക്ക് താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ചാർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അപ്സൈഡിലെ ആ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ചുറ്റിപ്പറ്റിയാണ് ഏറെ ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ലഭിക്കുന്നില്ല. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000-ഉമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.